ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ ഫെബ്രുവരി, അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ LSS എക്സാമിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ട് 1 എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും സൗജന്യമായി പഠനയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട് കുട്ടികളുടെ ഡാഷ് ചുവടെയുള്ളതിൽ ഏത് പ്രയോഗമാണ് തുടർന്ന് വരാവുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു. ഓപ്ഷൻ ബി, നെഞ്ചിൽ തീ കോരിയിട്ടു. ഓപ്ഷൻ സി, നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു. ഓപ്ഷൻ ഡി, മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണല്ലേ. മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകു മുളച്ചു എന്നതാണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക എന്ന വാക്യം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നത്? ഓപ്ഷൻ എ എന്താണ്? എല്ലാവരും പ്രശസ്തരായ ശാസ്ത്രജ്ഞരാകാൻ ശ്രമിക്കണം. ഓപ്ഷൻ ബി, ആകാശ നിരീക്ഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓപ്ഷൻ സി, ആകാശത്തേക്ക് വെറുതെ നോക്കിയിരുന്ന നക്ഷത്രങ്ങളെ നിരീക്ഷിക്കണം. ഓപ്ഷൻ ഡി, കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾക്കായിട്ട് പരിശ്രമിക്കണം. ആൻസർ ഏതാ നമുക്ക് മനസ്സിലായല്ലോ. അതെ, ഓപ്ഷൻ ഡി ആണല്ലേ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാനമായ രീതിയിൽ ചേർത്തെഴുതാവുന്ന വാക്കുകളുടെ കൂട്ടം ഓർ കൂട്ടങ്ങൾ ഏത്? ഒന്നാമത് നോക്കൂ. കാറ്റ് പ്ലസ് അടിച്ച്, നീല പ്ലസ് കുന്ന്, ചിറക് പ്ലസ് ഉണ്ട്. രണ്ടാമത്തത് പുക പ്ലസ് മഞ്ഞ്, പൂമ്പാറ്റ പ്ലസ് ചിറക്, നല്ലത് പ്ലസ് അല്ല. ഓക്കെ, ഇത് നെക്സ്റ്റ്. മൂന്നാമത്തത് പച്ച പ്ലസ് കുപ്പായക്കാരൻ, കണ്ടൽ പ്ലസ് ചെടി, കറുമ്പി പ്ലസ് പയ്യ്. അപ്പം ഇതിന് ശരിയായിട്ടുള്ളതാണ് അല്ലേ. സമാനമായ രീതിയിൽ ചേർത്തെഴുതാവുന്ന വാക്കുകളുടെ കൂട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഏതാണ് വരിക? അതെ, ഓപ്ഷൻ സി അല്ലേ. 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്ഷരമാല ക്രമത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ കൂട്ടം കണ്ടെത്തുക. ഇതിൽ ഏതാണ് അക്ഷരമാല ക്രമത്തിൽ എഴുതിയിട്ടുള്ളത്? അതെ, അച്ഛൻ, ഇഷ്ടം, യാത്രക്കാർ, സമുദ്രനിരപ്പ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഇത് 5ാമത്തെ ചോദ്യം. ശരിയായി ചിഹ്നം നടത്തിയ വാക്യം ഏത്? ശരിയായി ചിഹ്നം നടത്തിയ വാക്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ് വരുന്നത്. ഒന്നും വിശദീകരിക്കുന്നില്ല, ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, ദെൻ വാക്കും അർത്ഥവും തമ്മിൽ ശരിയായി യോജിപ്പിച്ചിട്ടുള്ള ജോഡി കണ്ടെത്തുക. ഏതാണ് വരിക? ശരിയായ ജോഡിയാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാ കൂട്ടുകാരെ ആൻസർ? അതെ, ഓപ്ഷൻ ബി 1ഉം 3ഉമാണല്ലേ. 1ഉം 3ഉം. യെസ്, 1ഉം ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രചനകളുടെയും എഴുത്തുകാരുടെയും പേരുകൾ തമ്മിൽ ചേരുംപടി ചേർത്ത് എഴുതാനാണല്ലേ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? അതെ, ഉത്തരം എ ആണ് വരുന്നത്. ആൻസർ ഉത്തരം എ. ഓക്കെ, ദെൻ നെഞ്ച് എന്ന കവിതയിലെ ആ തോടും ചത്തുപൊങ്ങി, നാ തോടും ചത്തുപൊങ്ങിയത് എന്ന വരിയുടെ ശരിയായ ആശയം എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ശരിയായ ആശയം എന്ന് പറയുന്നത്? യെസ്, ആ തോടും ചത്തുപൊങ്ങി എന്നുള്ളതാണല്ലേ. ആ തോടും ചത്തുപൊങ്ങി എന്ന വരിയുടെ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? അതെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി 1ഉം 2ഉം. ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്ലാസ്മേറ്റ്സ്. പൊണ്ണൻ കടുവയാണ് എല്ലാറ്റിനും മുൻകൈ എടുത്തത്. പലപാടി ചിതറിക്കിടക്കുന്ന സഹപാഠികൾക്കെല്ലാം കത്തയച്ചതും മൊബൈൽ നമ്പർ തേടി പിടിച്ച് വിളിച്ചതുമെല്ലാം അവനാണ്. അറിയിപ്പ് കിട്ടിയവരെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ പഴയ ലാവണത്തിലെത്താൻ തുടങ്ങി. പൊണ്ണൻ പള്ളിക്കൂടത്തിന് വെളിയിൽ നെറുചിരയോടെ ഏവരെയും എതിരേറ്റു. കൈപിടിച്ചു കുലുക്കിയും കെട്ടിപ്പിടിച്ചും പഴയ സഹപാഠികൾ സ്നേഹം പ്രകടിപ്പിച്ചു. നേരം വൈകിയെന്ന് കരുതി ധൃതി പിടിച്ചാണ് വേലുമുയൽ സ്കൂൾ ഗേറ്റിലെത്തിയത്. ഗേറ്റിൽ നിന്ന് കടുവച്ചങ്ങാതി ഇരു കൈയും നീട്ടി വേലുവിനെ സ്വീകരിച്ച് സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയി. ഏറെ വൈകാതെ പൊണ്ണൻ കടുവ കയ്യും വായും നൊട്ടി നുണച്ചുകൊണ്ട് അടുത്ത ക്ലാസ്മേറ്റ്സിനെ സ്വീകരിക്കാനായി സ്കൂൾ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. എം കൃഷ്ണദാസ് അല്ലേ. അപ്പോൾ 9ാമത്തെ ചോദ്യം എന്താ കൂട്ടുകാരെ? സ്കൂളിൽ ഏത് പരിപാടിക്കാണ് മൃഗങ്ങളെല്ലാവരും ഒത്തുചേർന്നത്? ഏതാണ്? പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗത്തിനാണല്ലേ. പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം.
ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ കടുവ കയ്യും വായും നൊട്ടി നുണച്ചുകൊണ്ട് വന്നു. ഈ വാക്യത്തിൽ നിന്നും എന്ത് കാര്യമാണ് മനസ്സിലാകുന്നത്? എന്താണ്? മുയലിനെ കടുവ ഭക്ഷിച്ചു എന്നുള്ളതാണ് അല്ലേ. മുയലിനെ കടുവ ഭക്ഷിച്ചു. കടുവ കയ്യും വായും നൊട്ടി നുണച്ചുകൊണ്ട് വന്നു. മുയലിനെ കടുവ ഭക്ഷിച്ചു എന്നുള്ളതാണ് അല്ലേ ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ആണല്ലേ നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു പാസേജ് നൽകിയിട്ടുണ്ട്, അത് വായിച്ച് ആൻസർ എഴുതാനായിരുന്നു അല്ലേ. ഓക്കെ, ജെ സോ a new notice in the school notice board. Attention children, water the plants in the biodiversity garden only in the morning. Jay wondered why. The teacher explained, plants stay fresh for longer time when we water them in morning. Watering the hot afternoon makes the water dry up quickly. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇതില്? Plants stay fresh for a longer time when we water them in the morning. Watering the hot afternoon makes the water dry up quickly. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Yes, why did the teacher say that it was better to water the plants in the morning? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? യെസ്, ആൻസർ ബി ആണല്ലേ. യെസ്, വാട്ടർ ഡ്രൈസ് അപ്പ് ക്വിക്ക്ലി ഇൻ ദ ആഫ്റ്റർനൂൺ. വാട്ടർ ഡ്രൈസ് അപ്പ് ക്വിക്ക്ലി ഇൻ ദ ആഫ്റ്റർനൂൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഐഡിയ കൺവേഡ് ബൈ ദ നോട്ടീസ്? ഈ നോട്ടീസിൽ കൺവേ ചെയ്തിരിക്കുന്ന ഐഡിയ എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, വെൻ ടു വാട്ടർ ദ പ്ലാന്റ്സ് എന്നാണല്ലേ ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ദെൻ ചൂസ് ദ കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ആഫ്റ്റർനൂൺ ബിക്കോസ് ദ വാട്ടർ ഡാഷ് ക്വിക്ക്ലി. അവിടെ എന്തായിരിക്കും വരിക? ഡിസപ്പിയേഴ്സ് അല്ലേ. ഡിസപ്പിയേഴ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ cat moved little by little towards the bowl, watching everyone carefully. Which of the following can be used instead of the words underlined? Moved little by little എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണല്ലേ. ഇഞ്ചഡ് മീൻസ് എന്താണ്? മൂവിങ് സ്ലോലി ഓർ ബൈ ഡിഗ്രീസ് അല്ലെ. മൂവിങ് സ്ലോലി എന്നുള്ളതിനാണ് നമ്മൾ ഇഞ്ചഡ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് ആൻസർ. കറക്റ്റ് സെറ്റ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ കറക്റ്റ് സെറ്റ് ഏതാണ് വരുന്നത്? അതെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേബി ഈസ് എ സോഫ്റ്റ് ആസ് എ ഫ്ലവർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഹാസ് ദ സെയിം മീനിങ്? സെയിം മീനിങ് വരുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, the baby is soft like a flower. The baby is soft like a flower. Answer option C ആണ് വരുന്നത്. Answer option C. Okay, answer option C ആണ് വരുന്നത്. Okay, then choose the correctly spelled word ആണ് ചോദിച്ചിട്ടുള്ളത്. The Wizard of Oz is a story filled with magic and ഏതാ വരിക? മിസ്റ്ററിയുടെ സ്പെല്ലിംഗ് എന്താണ്? യെസ്, MYSTERY ആണല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് അല്ലേ. 18 to 19. വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം? ഈ പോയത്തിന്റെ സെൻട്രൽ ഐഡിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, ദ ഫേസ് ദ ലൈഫ് വിത്ത് കറേജ്. ഫേസ് ദ ലൈഫ് വിത്ത് കറേജ്. ഓപ്ഷൻ ഡി ആണല്ലേ. ഫേസ് ദ ലൈഫ് വിത്ത് കറേജ്. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ദെൻ 19ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് സെറ്റ് ഇതിൽ ഏതാണ്? അതെ, ആൻസർ ബി ആണല്ലേ. ബോൾഡ്, ഹോൾഡ്, ഫിയർ, നിയർ, ബ്രൈറ്റ്, ഫൈറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിനോ വിസ്പേർഡ് ദ ആൻസർ hesitantly. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ് വേർഡ്സ് ഓപ്പോസിറ്റ് മീനിങ് ദ വേർഡ് അണ്ടർലൈൻ? ഓപ്പോസിറ്റ് വിസ്പേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പിറുപിറുക്ക അല്ലേ. യെസ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? അതൊക്കെ പറയാന്നൊക്കെ മീനിങ് വരും അല്ലേ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെയാ വരുന്നതിൽ? 2 and 4 ആണല്ലേ. ആൻസർ ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ. മർമേഡും അതുപോലെ തന്നെ ഏതാണ്? യെസ്, ഷൗട്ടഡും അല്ലേ. യെസ്, 2 and 4 അല്ലേ. അപ്പൊ കോൾഡ് ഔട്ടും യെസ് 2 and 4 ആണ്. കോൾഡ് ഔട്ടും ഷൗട്ടഡും. യെസ്, കോൾഡ് ഔട്ടും ഷൗട്ടഡ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗണിതത്തിൽ നിന്നാണ്. അക്കങ്ങളുടെ തുക 10ആയ മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലുതിനെ കുറിച്ച് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, ആ സംഖ്യയുടെ 100ന്റെ സ്ഥാനത്ത് 9 ആയിരിക്കും എന്നുള്ളതാണല്ലേ ശരിയായിട്ടുള്ളത്.
ആ സംഖ്യയുടെ 100ന്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. നമുക്കറിയാം അക്കങ്ങളുടെ തുക 10 ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമുക്കറിയാം അല്ലെ. ഓക്കെ, അപ്പൊ ഇതിന്റെ 100ന്റെ സ്ഥാനത്ത് ഏതായിരിക്കും വരിക? 9 അല്ലേ വരുന്നത്? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 22ാമത്തെ ചോദ്യം. നിതിൻ രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ടു. 10:40 തൃശ്ശൂർ എത്തി. ഇനിയും 2 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്താൽ കോട്ടയത്തെത്തും. കോഴിക്കോട് നിന്ന് കോട്ടയത്ത് എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആൻസർ എത്രയാണ്? ആൻസർ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 5 മണിക്കൂർ 20 മിനിറ്റ്, 5 മണിക്കൂർ 30 മിനിറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 5 മണിക്കൂർ 30 മിനിറ്റ്. ആൻസർ ഓപ്ഷൻ ഡി, 5 മണിക്കൂർ 30 മിനിറ്റ്. ഇനി 23ാമത്തെ ചോദ്യം. ജനുവരി മാസത്തിലെ ആദ്യ ഞായറാഴ്ച തീയതി 3 ആണ്. ആ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തീയതി എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ കിട്ടുന്നത്? ആൻസർ ഓപ്ഷൻ ബി 31 ആണല്ലേ. ആൻസർ ഓപ്ഷൻ ബി 31. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ 45 × 8 തുല്യമായത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 40 × 8 + 5 × 8 എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 1971 കിട്ടി. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയോ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് കൂട്ടുകാർക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്ററിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കൂ. അപ്പൊ ഈ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളതിൽ പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഉത്തരം എ ആണല്ലേ. അതായത് 2ഉം 4ഉമാണ്. 2ഉം 4ഉം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത സംഖ്യ ഏത്? 8, 18, 30, 44, 60 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത സംഖ്യ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അടുത്ത സംഖ്യ ഏതായിരിക്കും? അത് 78 ആയിരിക്കും അല്ലെ. അടുത്ത സംഖ്യ ഏതാണ്? 78. ആൻസർ ഓപ്ഷൻ എ 78 ആണ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത സംഖ്യകളെ വലുതിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചാൽ 6489. കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? അതെ, ആൻസർ ഓപ്ഷൻ സി 6458 ആണ്. ആൻസർ ഓപ്ഷൻ സി 6458. ഓക്കെ, ദ നെക്സ്റ്റ് EVS ആണ്. പ്രകൃതിദത്ത ആവാസത്തിന്റെ ശരിയായ കൂട്ടം ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, ഏതാ കൂട്ടുകാരെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കടൽ, കായൽ, പുഴ, കണ്ടൽക്കാടാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോയ കുട്ടികൾ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ദിസ്പൂരിൽ പോയി ബിഹു ഉത്സവവും കണ്ടു. അവർ സന്ദർശിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സന്ദർശിച്ച സംസ്ഥാനം ഏതാണ്? അതെ, ആസാം ആണല്ലേ. ആസാമിന്റെ തലസ്ഥാനമാണല്ലോ ദിസ്പൂർ. അതപ്പോൾ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ഇതിൽ 33ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നീളം കൂടിയ പിൻകാലുകൾ, വിയർപ്പിലൂടെ ജലനഷ്ടം കൂടുതലാണ്, മാളങ്ങൾക്ക് ആഴം കുറവാണ്, ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. ആൻസർ ഏതാണ്? അതെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം ശരി. ആൻസർ ബി 1ഉം 4ഉം ശരി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓക്കെ, അപ്പൊ ഏതാ വരിക? യെസ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. ദെൻ അങ്ങാടിക്കുരുവി, മലമുഴക്കി, വേഴാമ്പൽ തുടങ്ങിയ പക്ഷികൾ വംശനാശ ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ പക്ഷികളെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും ഉചിതമായ പ്രവർത്തനം ഏതായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? അതെ, ആൻസർ ഓപ്ഷൻ സി അല്ലെ. ഉയർന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുകയും ചെയ്യുക. ഓക്കെ, 36ാമത്തെ ചോദ്യം. പ്രസ്താവന ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നൽകിയിട്ടുള്ള പ്രസ്താവനയും കാരണവും തന്നിട്ടുണ്ട്. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ഉത്തരം ഏതാണ്? പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്. കേതൻ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ശുക്രൻ, ചൊവ്വ, വ്യാഴം, യുറാനസ്. ഓക്കെ, ദെൻ നാടൻ പാട്ടുകൾക്ക് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ ഇനങ്ങളും വരികളും ഉണ്ടാകുന്നതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്തായിരിക്കും?
ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവന ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വിവിധ ആകൃതിയിൽ ദൃശ്യമാകുന്നു. കാരണം ഭൂമി ചന്ദ്രന് ചുറ്റുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. അപ്പോൾ ഇതിന്റെ പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ സി ആണ് അല്ലെ. പ്രസ്താവന ശരി, കാരണം തെറ്റ്. ഓക്കെ, ഇത് 40ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ ജോഡിയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് GK ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് കള്ളിച്ചെടിയുടെ വർഗ്ഗത്തിലുള്ള ചെടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഭക്ഷ്യയോഗ്യമായ ഉൾക്കാമ്പിന് പച്ച നിറമാണ്. സ്ട്രോബെറി പിയർ എന്നറിയപ്പെടുന്ന ഫലമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കേരളത്തിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഓക്കെ, 42ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 2ഉം 3ഉമാണല്ലേ. ആൻസർ ഓപ്ഷൻ 1ഉം 3ഉം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദെൻ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 44ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇരവികുളമാണല്ലേ. ആൻസർ ഓപ്ഷൻ ബി, ഇരവികുളം. ഓക്കെ, ദെൻ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും അവയുടെ തനത് കലാരൂപങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളതാണ്? ശരിയായ കൂട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. 45 ശരിയായ കൂട്ടം ഏതാണ്? അത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദെൻ കേരളത്തിലെ ചില പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഉത്തരം എ ആണല്ലേ. കേരളത്തിന്റെ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏവ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള